മസാലയിലേക്ക് അടുത്തതായി എത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അതിനുവേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മനീഷ്. മനീഷ് നമസ്കാരം. നമസ്കാരം. ഓക്കെ, പാലാഴി എന്നാണ് വരുന്നത്. കോഴിക്കോട് പാലാഴി. കോഴിക്കോട്. അതുകൊണ്ടാണ് ഈ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വന്നേ? അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ പറഞ്ഞപ്പോഴായിരിക്കും അങ്ങനെ ഒരു കാര്യം തന്നെ ആലോചിച്ചത്. ഓക്കെ, അപ്പൊ കോഴിക്കോട് ഒരു സ്ഥലമുണ്ട് പാലാഴി. ആ പാലാഴിക്കാരനാണ്. എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ്? മലയാള സിനിമയിലെ ഏതാനും ചില താരങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഏതാനും ചില താരങ്ങളെ? ആരൊക്കെയാ താരങ്ങൾ? പഴയ കാലത്ത് തുടങ്ങി പുതിയ കാലം വരെ. ഓക്കെ, അപ്പൊ അതിനൊരു ലിസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കുറച്ച്. ആണോ? ഓക്കെ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് മലയാളത്തിലെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. നമുക്ക് ശ്രദ്ധിക്കാം. അമ്മണിക്കുട്ടിക്ക് എന്നോട് പിണക്കമാണോ അമ്മണിക്കുട്ടി? അമ്മണിക്കുട്ടി എന്നോട് മിണ്ടൂല്ലേ അമ്മണിക്കുട്ടി? അമ്മണിക്കുട്ടി എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ അമ്മണിക്കുട്ടിയോട് മിണ്ടൂല്ലേ? ഇത് സത്യം, സത്യം, സത്യം. ഓക്കെ, അടുത്തത് കാരിരുമ്പിന്റെ കരുത്തുമായിട്ട് മലയാള സിനിമയിലേക്ക് ചേക്കേറിയ ഒരു നടൻ ശ്രീ ജയൻ. അദ്ദേഹത്തിന്റെ റിയൽ സൗണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഷീറ്റ് കളിക്കാനല്ലേ, എന്നെ കൂടെ വന്ന് കളിക്കാൻ കൂട്ടാമോ? ഇത് പിള്ളേരുടെ കളിപ്പാട്ടമല്ല, കത്തിയാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര പൊടിയും. അപ്പൊ ഞാൻ വരട്ടെ മിസ്റ്റർ എസ്പേ. അപ്പം അടുത്തതായിട്ട് കാരിരുമ്പിന്റെ കരുത്ത് കഴിഞ്ഞു. ഇനി പഴയ കാലത്തെ ഒരു സുന്ദര വില്ലൻ ജോസ് പ്രകാശ്. അപ്പോൾ ജോസ് പ്രകാശ് വരുമ്പോൾ തന്നെ വളരെ ഭീകരതയുള്ള മ്യൂസിക് നോക്കാം. ഓമനിക്കുട്ടൻ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മിസ്റ്റർ ഓമനിക്കുട്ടൻ, നിങ്ങളുടെ വെളുത്ത പെട്ടിയുടെ കരുത്ത താക്കോൽ എനിക്കും എൻ്റെ കരുത്ത പെട്ടിയുടെ വെളുത്ത താക്കോൽ നിങ്ങൾക്കും തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനെ ഞാൻ വെറുതെ വിടാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ കാര്യം. അപ്പോൾ വില്ലനിൽ നിന്നും ഇനി ഒരു ഹാസ്യ താരത്തിലേക്ക് പോവാം. പഴയ കാലത്തെ ശ്രീ ബഹദൂർ. ജോക്കർ എന്ന സിനിമയിൽ അബൂക്ക എന്ന വേഷം ചെയ്ത ശ്രീ ബഹദൂർ. ഹലോ, കളി തുടങ്ങല്ലേ റബ്ബേ. എല്ലാരും എന്നെ പറ്റിക്കുക, ബാബു എന്നെ പറ്റിക്കുക. മോനെ ബാബു, ഒരു കോമാളി ഒരിക്കലും കരയാൻ പാടില്ല. ചിരിക്കട കൊരങ്ങ മോറ. അങ്ങനെയല്ല, ഇങ്ങനെ ഹാ ഹാ ഹാ. അപ്പോൾ ബഹദൂറിന് ശേഷം നമുക്ക് കൊച്ചു പ്രേമൻ. പട്ടാഭിഷേകം എന്ന ചിത്രത്തില് തഹസിൽദാർ വേഷം കൈകാര്യം ചെയ്ത ശ്രീ കൊച്ചു പ്രേമൻ. പൊട്ടിട്ട് വെല്ലോ മേലാകെ എടോ മുഖാചക്രത്തിന്റെ കള്ളും വാങ്ങി തന്ന് മധ്യ തിരുവിതാംകൂറിന്റെ കാര്യം കൈവെള്ളെ പാട്ടിലാക്കാൻ ആരാടോ പറഞ്ഞത്? ഒഴിക്കടോ മദ്യം മച്ചമ്പി ജവരിട്ടോ. കൊച്ചുപ്രേമന് ശേഷം നമുക്ക് മലയാള സിനിമയിലെ മറ്റൊരു താരം ഗോഡ് ഫാദർ എന്ന ചിത്രത്തില് നായക വേഷം കൈകാര്യം ചെയ്ത ശ്രീ മുകേഷ്. നില്ല് നോക്ക് മോഹൻലാൽ ഹേട്ടിപ്പിച്ചേ കണ്ടില്ലേ? അലീൻ ഇനിയും പഴയ കളിയൊന്നും മറന്നിട്ടില്ല അല്ലേ? കളിക്ക് മാലു, ഐ ലവ് യു തോന്നുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നമ്മളൊക്കെ ദൈവത്തെ പോലെ കരുതുന്ന സംഗീതത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരാൾ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ദാസേട്ടനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. ആദ്യമായി ഇതിനെല്ലാം കാരണഭൂതനായ ജഗദീശ്വരന് എൻ്റെ പ്രണാമം. എൻ്റെ ഗുരുവായ ദക്ഷിണാമൂർത്തി സ്വാമികൾ എന്നോട് എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, സർവഭൂത ചരാചരങ്ങൾ എന്ന. എല്ലാ സർവഭൂത ചരാചരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അപ്പൊ ഇതായിരുന്നു താങ്കളുടെ സ്പെഷ്യൽ പെർഫോമൻസ്. വെരി സ്പെഷ്യൽ പെർഫോമൻസ്. വെരി ഗുഡ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. പുതിയ പുതിയ ഞെട്ടിക്കുന്ന ഐറ്റംസുമായിട്ട് വീണ്ടും വരിക. തീർച്ചയായിട്ടും. നന്ദി.